Hello my dears, welcome again to statistics class. Today also I am taking some more problems of a sufficient estimator. First problem is that obtain a sufficient estimator for P using sample x1, x2, etc. xn taken from binomial np when n is known. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ പിക്കുള്ള ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യാനാണ്. റാൻഡം സാമ്പിൾസ് ടേക്കൺ ചെയ്തിരിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് പാരാമീറ്റർ എൻ എൻ പി. ഇതിൽ നമുക്കറിയാം നോൺ ചെയ്തിരിക്കുന്നത്, അതായത് നമുക്കറിയാവുന്ന പാരാമീറ്റർ എൻ ആണ്. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പാരാമീറ്ററിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് നൈമാൻ ഫാക്ടറൈസേഷൻ തിയറം എന്തായിരുന്നു? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എൽ ഓഫ് x1, x2, etc. xn theta can be expressed as a function of statistics and parameter, and second function is a function of random samples which is independent of theta. അൺനോൺ തീറ്റയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഏതാണോ തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആ തീറ്റയിൽ നിന്നാണ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഇവിടെ ഏതാണ് പാരാമീറ്റർ നോൺ ആയിട്ടുള്ളത്? എൻ ആണ്. ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഏതാണ്? പി ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടണം? ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ parameter and the statistics. Okay, first function is the ഏതാണോ സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ പാരാമീറ്ററും, പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം സാമ്പിൾസ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പി. ഈ ഒരു പ്രോബ്ലത്തിൽ സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യുക? നമുക്കറിയാം ഈ ഒരു റാൻഡം സാമ്പിൾസ് ടേക്കൺ ചെയ്തിരിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് എന്തായിരുന്നു? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നായിരുന്നു. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എൻ എന്നാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ എന്നിലോടത്തൊക്കെ ക്യാപിറ്റൽ എൻ കൊടുക്കുക. ദെൻ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷന് നമ്മൾ എന്താണ്? ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് എൽ ഓഫ് x1, x2, etc. xn തീറ്റ എന്ന് പറയുന്നത് ഇവിടെ തീറ്റയുടെ സ്ഥലത്ത് പി എന്നാണ് കേട്ടോ. എഫ് ഓഫ് x1p ഇൻറ്റു എഫ് ഓഫ് x2p എക്സെട്ര എഫ് ഓഫ് xnp എന്നാണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് x1pൻ്റെ മാസ് ഫംഗ്ഷൻ എന്താണ് വരിക? ക്യാപിറ്റൽ എൻ സി x1 പി റേസ് ടു x1 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് x1. എഫ് ഓഫ് x2ൻ്റെ ആണെങ്കിലോ എൻ സി x2 പി റേസ് ടു x2 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് x2. അങ്ങനെയാണെങ്കിൽ എൻ കേസിൻ്റെ നമ്മൾ എങ്ങനെ എഴുതും? എൻ സി എക്സ് എൻ പി റേസ് ടു എക്സ് എൻ എക്സെട്ര 1 മൈനസ് പി റേസ് ടു ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റാണ് അല്ലേ? ഓരോ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെയും എൻ ടേംസ് വരുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷനെ ഇങ്ങനെ എഴുതും. മാസ് ഫംഗ്ഷനെ എൻ സി എക്സ് വൺ പി റേസ് ടു എക്സ് വൺ 1 minus p raised to n minus x1 into ncx2 p raised to x2 1 minus p raised to n minus x2 etc. ncxn p raised to xn 1 minus p raised to n minus xn എഴുതി. ഇനി നമ്മൾ പിൻ്റെ മേലെ എന്തെല്ലാം വരുന്നുണ്ട്? x1 x2 etc. xn, അതായത് p x1 x2 plus x3 etc. പ്ലസ് എക്സ് എൻ. ഇനി അടുത്ത ടേം 1 മൈനസ് പി എന്നാണ്. 1 മൈനസ് പിൻ്റെ പവറിൽ എന്തെല്ലാം വരുന്നുണ്ട്? എൻ മൈനസ് എക്സ് വൺ എൻ മൈനസ് എക്സ് ടു എൻ എക്സെട്ര എൻ മൈനസ് എക്സ് എൻ. എൻ എത്ര പ്രാവശ്യം വന്നു? എൻ ടൈംസ്, സ്മോൾ ലെറ്റർ എൻ ടൈംസ് വന്നു. അപ്പോൾ എൻ എൻ മൈനസ് എക്സ് വൺ മൈനസ് എക്സ് ടു മൈനസ് എക്സ് എൻ എക്സെട്ര മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ മൈനസ് സമ്മേഷൻ എക്സ് ഐ എന്ന് വന്നു. ഓക്കെ, ഇപ്പോൾ ഈ രണ്ടെണ്ണം വന്ന് മനസ്സിലായില്ലേ എങ്ങനെ വന്നിരിക്കുന്നതെന്ന്? ദെൻ ബാക്കി റിമൈനിങ് എൻ സി എക്സ് വൺ ഇൻറ്റു എൻ സി എക്സ് ടു എക്സെട്ര എൻ സി എക്സ് എൻ. അപ്പം നമ്മളുടെ ഈ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമുക്ക് എന്താക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ
എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ എക്സ് ഐ ബൈ എൻ എന്നാണ്. അപ്പോൾ നമ്മളുടെ സമ്മേഷൻ എക്സ് ഐ എന്ന് പറയുന്നത് എൻ എക്സ് ബാർ എന്നാണ്. അപ്പോൾ പി റേസ് ടു എൻ എക്സ് ബാർ ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എൻ എൻ മൈനസ് എൻ എക്സ് ബാർ ഇങ്ങനെ ആക്കി എഴുതുക കേട്ടോ. ഇൻറ്റു എൻ സി എക്സ് 1 എൻ സി എക്സ് 2 എക്സെട്ര എൻ സി എക്സ് എൻ ഇങ്ങനെ ആക്കി എഴുതണം. ഈ ഒരു സ്റ്റെപ്പ് എഴുതാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് പറയാം ഈ ഒരു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ പാരാമീറ്റർ ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്, അൺനോൺ പാരാമീറ്റർ ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്, ദാറ്റ് ഈസ് L1 എക്സ് ബാർ പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ unknown parameter and the statistics only, and second function is the function of the random samples and non parameter. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. സോ നമുക്ക് എന്ത് എഴുതാം? ബൈ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം എക്സ് ബാർ ഈസ് എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ പി എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെയും നമുക്ക് ഒരു പാരാമീറ്റർ നോൺ ആണ്. When sigma square is known, prove that sample mean is a sufficient estimator of mu where the random sample is taken from n mu sigma square. ഓക്കെ, നമ്മളുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്താണ്? 1/σ√2π e റേസ് ടു -1/2 എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ നമ്മളുടെ എഫ് ഓഫ് എക്സ് ഐ ഇവിടെ കൊടുത്തിരിക്കുന്നത് x1 x2 എക്സെട്ര xn ഈസ് എ റാൻഡം സാമ്പിൾസ് ഡ്രോൺ ഫ്രം എൻ മ്യൂ സിഗ്മ സ്ക്വയർ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് 1/√2π സിഗ്മ ഇ റേസ് ടു -xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ എന്നാണ്. ഐ ക്യാൻ ടേക്ക് ദ വാല്യൂസ് ഫ്രം 1 to എക്സെട്ര. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം വെച്ചിട്ടാണ് നമ്മൾ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്ററിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതണം. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് എഫ് ഓഫ് x1 മ്യൂ സിഗ്മൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് 1/√2π സിഗ്മ ഇ റേസ് ടു -x1 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് x2 ൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് 1/√2π സിഗ്മ ഇ റേസ് ടു -x2 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ എക്സെട്ര എഫ് ഓഫ് xnൻ്റെ ആണ് 1/√2π സിഗ്മ ഇ റേസ് ടു -xn മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് എഴുതി. ഇനി നമുക്ക് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമുക്ക് രണ്ട് ഫംഗ്ഷനാക്കി എഴുതാൻ പറ്റണം. ഒന്ന് ഫംഗ്ഷൻ ഓഫ് ദ പാരാമീറ്റർ ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്, നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം സാമ്പിൾ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാരാമീറ്റർ, അൺനോൺ പാരാമീറ്റർ. അപ്പം നമ്മൾ ഇവിടെ 1/√2π സിഗ്മ അല്ലേ, 1/√2π സിഗ്മ എത്ര ടൈംസ് വന്നു? n ടൈംസ് വന്നു. അതാണ് 1/√2π സിഗ്മ ഹോൾ റേസ് ടു n എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പൊണൻഷ്യലിന് വരുന്ന പവേഴ്സിനെ നമ്മൾ എന്താക്കി എഴുതി? -x1 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്നാണ്, -x2 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്നാണ്, എക്സെട്ര -xn മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്നാണ്. അതിനെ നമ്മൾ എന്തെഴുതി? സമ്മേഷൻ കൊടുത്തു. സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് എഴുതി. ദെൻ നെക്സ്റ്റ് ടേം നമ്മൾ 1/√2π സിഗ്മ ഹോൾ റേസ് ടു n എന്ന് എഴുതി. xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് സമ്മേഷൻ i xi മൈനസ് മ്യൂ എ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ രീതിയിൽ എഴുതിയാൽ നമുക്ക് xi സ്ക്വയർ മൈനസ് 2xi മ്യൂ പ്ലസ് മ്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സും പാരാമീറ്ററിൻ്റെയും നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ അൺനോൺ പാരാമീറ്റർ മ്യൂവിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എഴുതാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1/√2π സിഗ്മ ഹോൾ റേസ് ടു n അതേമാതിരി എഴുതി. നെക്സ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ ഇ റേസ് ടു മൈനസ് സമ്മേഷൻ xi സ്ക്വയർ ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ, കാരണം സാമ്പിൾ മീനാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. അപ്പോൾ സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇവിടെ സിഗ്മ സ്ക്വയർ നോൺ ആണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ
റാൻഡം സാമ്പിൾസ് ആൻഡ് ദ നോൺ പാരാമീറ്റർ ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ടേം എഴുതി. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ടേമിനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ എത്തിക്കണമല്ലോ, മീനിൽ എത്തിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ നടത്തണം. അതായത് ഇ റേസ് ടു മൈനസ് സമ്മേഷൻ ഐ 2xi മ്യൂ മൈനസ് മ്യൂ സ്ക്വയർ എന്നല്ലേ, ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യണമെങ്കിൽ ഇ റേസ് ടു 1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ അല്ലേ, സമ്മേഷൻ ഐ എന്നാണ്. അപ്പോൾ ഇവിടെ 2 മ്യൂനെ നമ്മൾ പുറത്തെടുത്തു. എന്നിട്ട് സമ്മേഷൻ എക്സ് ഐ എന്ന് വരുന്നത് എക്സ് ഐക്കല്ലേ സമ്മേഷൻ വരിക, സമ്മേഷൻ എക്സ് ഐ മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മ്യൂ സ്ക്വയർ എന്നാണ്. അതായത് n മ്യൂ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദെൻ ഇ റേസ് ടു 1/2 സിഗ്മ സ്ക്വയർ. ഇനി നമ്മുടെ സമ്മേഷൻ എക്സ് ഐ എന്ന് പറയുന്നതാണ് എൻ എക്സ് ബാർ ആണ്. അപ്പോൾ 2 മ്യൂ എൻ എക്സ് ബാർ മൈനസ് എൻ മ്യൂ സ്ക്വയർ എന്നാണ്, എൻ മ്യൂ സ്ക്വയർ എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കോമൺ ആയിട്ട് വരുന്നത്, ഇ റേസ് ടു 1/2 സിഗ്മ സ്ക്വയർ 2 n മ്യൂ കോമൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേമിൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ബാർ ഉണ്ടാവും. നെക്സ്റ്റ് ടേമിൽ ഇവിടെ എന്നിന് പുറത്തേക്ക് എടുത്തു. പിന്നെ നമ്മളിവിടെ ഒരു ഡിവൈഡ് 1/2 സിഗ്മ സ്ക്വയർ എന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഇവിടെ 2 മ്യൂ സ്ക്വയർ എന്ന് വരണം. പക്ഷേ നമ്മളിവിടെ എന്താ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് വെറും മ്യൂ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടേമിനെ നമ്മൾ ഇങ്ങനെ എഴുതി, ഇ റേസ് ടു 1/2 സിഗ്മ സ്ക്വയർ 2n മ്യൂ ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഫംഗ്ഷന് കിട്ടി. രണ്ട് ഫംഗ്ഷന്, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും അൺനോൺ പാരാമീറ്ററിൻ്റെയും മാത്രമായിട്ടുള്ളൊരു ഫംഗ്ഷനും, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോൺ പാരാമീറ്ററിൻ്റെയും പിന്നെ റാൻഡം സാമ്പിൾസിൻ്റെയും ഫംഗ്ഷനാണ്, വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ അൺനോൺ പാരാമീറ്റർ, അതായത് മ്യൂവിൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ബാർ എന്ന് പറയുന്നത് ഒരു സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കാരണം എന്താണ്, ബൈ നൈമാൻ ഫാക്ടറൈസേഷൻ തിയറം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ സിഗ്മ സ്ക്വയർ ഈസ് നോൺ, ഇ റേസ് ടു 1/2 സിഗ്മ സ്ക്വയർ 2n മ്യൂ എക്സ് ബാർ മൈനസ് മ്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ബാർ ആൻഡ് മ്യൂ ഓൺലി. ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മ്യൂ അല്ലേ, രണ്ടാമത്തെ ഫംഗ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മ്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എക്സ് ബാർ ഈസ് എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.